നിലാവിന് ഒരു മനുഷ്യനെ എന്ത് ചെയ്യാൻ പറ്റും? നിലാവിന് ഒരു മനുഷ്യനെ നേർപ്പിച്ച് പൊടിപടലങ്ങളാക്കി മാറ്റി കാറ്റിൽ പറത്താൻ പറ്റും. ഇന്ന് പറയാൻ പോകുന്നത് നിലാവുള്ള രാത്രിയിൽ എന്ന് പറയുന്ന ഒരു ക്ലാസിക് കഥകളുടെ സമാഹാരത്തെക്കുറിച്ചാണ്. നിലാവുള്ള രാത്രിയിൽ എന്ന് പറയുന്ന ടൈറ്റിൽ കഥ മോപ്പസാങ്ങിൻ്റെ കഥയാണ്. ആബി മരിഞ്ഞോൺ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ്റെ കഥയാണത്. ഈ പുരോഹിതൻ ഒരു സാധാരണ പുരോഹിതനാണ്. സ്ത്രീകളെ പേടിക്കുന്ന ഒരാളാണ്. മനുഷ്യനെ പ്രലോഭിപ്പിച്ച് വശത്താക്കുന്ന ഒരു വിഭാഗമായിട്ടാണ്, ഒരു ജീവിയായിട്ടാണ് അദ്ദേഹം സ്ത്രീകളെ കാണുന്നത്. സ്ത്രീകൾ അദ്ദേഹത്തിന് പേടിയാണ്, കന്യാസ്ത്രീകളടക്കം. സ്ത്രീകളുടെ സൗന്ദര്യത്തെക്കാളും അദ്ദേഹം പേടിച്ചിരുന്നത് പ്രണയിക്കാനുള്ള സ്ത്രീകളുടെ കഴിവിനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇടവകയിൽ ഒരു പ്രത്യേകതരം അകലം പാലിച്ചാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിനൊരു മരുമകളുണ്ട്, തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന മരുമകളുണ്ട്. ഈ മരുമകള് പ്രകൃതിയിലെ എല്ലാത്തിനോടും പ്രണയം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. ഒരു പ്രാണി പറന്നു പോകുന്നത് കണ്ടാൽ അതിനെ പിടിച്ചുമ്മ വെക്കണം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ഒരിക്കൽ അവിടുത്തെ ഒരു സെർവൻ്റ് അദ്ദേഹത്തിനോട് പറയാണ്, ഈ മരുമകൾക്കൊരു പ്രണയമുണ്ട്, തൻ്റെ കാമുകനെ കാണാൻ എല്ലാ രാത്രിയും അവൾ പോവാറുണ്ട് എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഷോക്കാവും. അങ്ങനെ അദ്ദേഹം രാത്രിയിൽ ഇത് കാണാൻ വേണ്ടി, ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി പോകുന്നതാണ് കഥ. രാത്രി അദ്ദേഹം പുറത്തിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് നിലാവുള്ള രാത്രിയാണ്. ഈ നിലാവ് അദ്ദേഹത്തിനെ വല്ലാതെ ചിന്തിപ്പിക്കുന്നു. എന്തിനാണ് എല്ലാ മനുഷ്യരും ഉറങ്ങുന്ന സമയത്ത് നിലാവിനെ ഇത്ര ഭംഗിയായി ദൈവം സൃഷ്ടിച്ചത്? ലോകത്തിന് മേൽ വീണ ഒരു പാതി മൂടുപടം എന്നാണ് അദ്ദേഹം നിലാവിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹം മരുമകളുടെ കാമുകനെയും കാണാൻ വേണ്ടി രാത്രി വനത്തിലൂടെ ഇറങ്ങുന്നതാണ് കഥയിലുള്ളത്. അദ്ദേഹം എന്താണ് കാണുന്നത് എന്നുള്ളത് കഥ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പറയാറുണ്ട്, ഒരു ട്രാൻസ്ലേഷൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ട് തോന്നുക ആ ഭാഷയും അതിൽ പറയുന്ന ആശയവും ഒരു പൊരുത്തക്കേട് തോന്നുമ്പോഴാണ്. ഐറിസ് ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം പക്ഷേ ഏതൊരാൾക്കും മറ്റൊരു ജോഗ്രഫിയെ പരിചയപ്പെടാനും മറ്റൊരു കൾച്ചറിനെ മനസ്സിലാക്കാനും ഉതകുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഭംഗിയായി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള 13 കഥകളാണ് ഇതിലുള്ളത്. മോപ്പസാങ്ങിനെ കൂടാതെ ഒക്ടോവിയോ പാസ്, ഓസ്കാർ വൈൽഡ് തുടങ്ങിയ എഴുത്തുകാരൊക്കെ, മാക്സിം ഗോർക്കി തുടങ്ങിയ എഴുത്തുകാരൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അവരുടെയൊക്കെ കഥകളുണ്ട്. നെയിംസേക്ക് എന്ന് പറയുന്ന സിനിമയിൽ ഇർഫാൻ ഖാന്റെ കഥാപാത്രത്തോട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, ലോകം മുഴുവൻ സഞ്ചരിക്കണം എന്നുള്ളത്. നിങ്ങൾ ചെറുപ്പമാണ്, ലോകം മുഴുവൻ സഞ്ചരിക്കണമെന്ന് പറയുമ്പോൾ ഇർഫാൻ ഖാൻ അതിന് മറുപടി പറയുന്നത്, പുസ്തകങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഒരു ഇഞ്ച് അനങ്ങാതെ ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള ഒരു മാർഗമാണ് പുസ്തകങ്ങൾ എന്ന് എൻ്റെ മുത്തച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചു പറയുന്നുണ്ട്. ഈ പുസ്തകം വായിക്കുമ്പോൾ ഇരുന്നിടത്ത് നിന്ന് ഒരു ഇഞ്ച് അനങ്ങാതെ നിങ്ങൾക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് തിരിച്ചെത്താനാവും എന്ന് എനിക്ക് ഉറപ്പാണ്. നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ക്ലാസിക് കഥകളുടെ സമാഹാരമാണ് ഇത്. കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.